ചാലിശ്ശേരിയിൽ അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ തകർന്നതായി പരാതി. പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതി മൂലമാണ് ഉപകരണങ്ങൾ തകർന്നതെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം ആരോപിച്ചു. ജൂൺ 22-നാണ് ഓപ്പൺ ജിംനേഷ്യം ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് 3-ാം ദിവസം മുതൽ ഉപകരണങ്ങൾ തകർന്നു തുടങ്ങിയെന്ന് UDF പ്രവർത്തകർ ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും സംസ്ഥാന കായിക ക്ഷേമ വകുപ്പിന്റെ 10 ലക്ഷം രൂപയും വകയിരുത്തി 20 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. നിലവിൽ കേടുപാടുകൾ സംഭവിച്ച 5 ഉപകരണങ്ങൾ അഴിച്ചുമാറ്റി. 17 ഉപകരണങ്ങളാണ് ഈ ഓപ്പൺ ജിംനേഷ്യത്തിലുള്ളത്. പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതി മൂലമാണ് ഉപകരണങ്ങൾ വേഗത്തിൽ തകർന്നു തുടങ്ങിയതെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റും തൃത്താല മുൻ MLA-യുമായ വി.ടി. ബൽറാം ആരോപിച്ചു. ഇക്കാര്യത്തിലെ മന്ത്രിയുടെ പങ്ക് കൃത്യമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള പദ്ധതികൾ നിയോജകമണ്ഡലത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വലിയ അഴിമതികളിലേക്കാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുകയാണ്. അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. അത് എപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവണം. ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. മന്ത്രിയുടെ നേരിട്ടുള്ള ഇക്കാര്യത്തിലുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ചും അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുള്ള അഭിപ്രായം. അത് ഞാനും പങ്കുവയ്ക്കുകയാണ്. തകർന്ന 5 ഉപകരണങ്ങൾ അഴിച്ചുമാറ്റിയെന്നും പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും സ്പോർട്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നവാസ് പറഞ്ഞു. ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.